പിന്നെ മോളെ, അവിടെ ആദരിക്ക് അച്ഛനൊക്കെ സുഖാണോടി? അവിടെ ഇപ്പൊ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലമ്മേ. അവര് രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നത്. പിന്നെ മോളെ, അവന്തിക അനഘയും ആതിരയോട് എങ്ങനെ? അവർക്കും ആതിരയോട് ഇപ്പൊ ദേഷ്യമൊന്നും ഇല്ലമ്മേ. ആ അമ്മ കട്ട് ചെയ്യണ്ട, ഞാൻ ആതിരയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. അമ്മയാ, സംസാരിക്ക്. അമ്മേ, മോളെ നിനക്ക് സുഖാണോ മോളെ? സുഖായിരിക്കുന്നു. അമ്മയ്ക്കോ? അച്ഛനെവിടെ? അച്ഛൻ ഇവിടെ തന്നെയുണ്ട്, ഒരു കുഴപ്പമില്ല. അമ്മേ, അനൂപേട്ടനോ? അവൻ പുറത്തു പോയിരിക്കുക. അമ്മേ, അനൂപേട്ടനോട് പറയണേ എന്നോട് എല്ലാത്തിനും ക്ഷമിക്കണമെന്ന്. എന്നിട്ട് നമ്മുടെ രണ്ട് വീട്ടുകാരും പഴയ പോലെ സന്തോഷത്തോടെ കഴിയണമെന്നാ എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. എല്ലാം ഒരു ദിവസം നേരെയാവും മോളെ. ആ പിന്നെ മോളെ, നീ അവന്തിയോടും അനഘയോടും വഴക്കിനൊന്നും പോകണ്ട കേട്ടോ. ഇല്ലമ്മേ, ഇവിടെ ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവരെന്ത് പറഞ്ഞാലും എന്റെ മോളൊന്നും തിരിച്ചു പറയണ്ട കേട്ടോ. ശരി അമ്മേ. ആ അമ്മയാ. ആ അമ്മേ, ഞാൻ ചേച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. അമ്മയാ. ഹലോ അമ്മേ. അച്ചു മോളെ, അവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് മീര ആതിരയും പറഞ്ഞു. ആതിരെ നീ നല്ലോണം നോക്കണേ മോളെ. അതിനി പറയേണ്ട കാര്യമുണ്ടോ അമ്മേ? ഞാനും എടുത്തേയും അവളെ അതുപോലെ നോക്കുന്നുണ്ട്. അതോർത്ത് അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. ഞാനും സച്ചേട്ടനും അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയതാ. തിരികെ വരുന്ന വഴി ഞങ്ങൾ അങ്ങ് വരാം. അച്ഛനോട് പറഞ്ഞേക്ക്. അല്ല മോളെ, അത് മോളെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാവേ. ആ ശരി ചേച്ചി. ആ ഹലോ അമ്മേ. ഹലോ. കട്ടായി. ശരി. അവരെന്താ പറഞ്ഞേ? കമലേ, അവരെന്താ പറഞ്ഞതെന്ന്? അത് പിന്നെ സച്ചി അച്ചുവും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അതെ, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ പൂട്ടിയിട്ട് ദ്രോഹിക്കുന്നത്? പൂട്ടിയിടാതെ ഈ വീടിനകത്ത് സകല സ്വാതന്ത്ര്യം തന്നപ്പോ നിനക്ക് കുറച്ച് അഹങ്കാരം കൂടിപ്പോയി. ഇനി ഈ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് നീ പുറത്തു പോകില്ല. പുറത്ത് വിടരുതെന്നാണ് അവന്തിക പറഞ്ഞിരിക്കുന്നത്. ബന്ധം കൊണ്ട് ഞാൻ അവളുടെ അമ്മാവനാണെങ്കിലും അവൾ പറയുന്നതിനപ്പുറം എനിക്കൊരു മറുവാക്കില്ല. പിന്നെ നീ കരുതുന്നത് പോലെ നീ മാത്രമല്ല ദുരിതം അനുഭവിക്കുന്നത്. നിന്റെ വീട്ടിലുള്ള ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട്. നീ അറിഞ്ഞുകൊണ്ടും അവരൊക്കെ അറിയാതെയും എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അവന്തിയെ പറഞ്ഞത് മനസ്സിലാക്കിക്കൂടെ? ഇതെല്ലാം അവളുടെ തെറ്റിദ്ധാരണയാണെന്നും ചെയ്യാത്ത തെറ്റിലാണ് അവളെ ശിക്ഷ വിധിക്കുന്നതെന്നും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ. അവളെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അമ്മാവനായ നിങ്ങൾ അവളുടെ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിൽക്കുകയാണോ വേണ്ടത്? ഞാൻ അവന്തികയോടൊപ്പം നിൽക്കുന്നതും അവളെ ഉപദേശിക്കാതിരിക്കുന്നതിനും വ്യക്തമായ കാരണങ്ങളുണ്ട്. അത് അവന്തികയുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ട് തന്നെയാ. നിന്റെ അച്ഛൻ അവളുടെ അച്ഛനെ ക്രൂരമായി ചതിച്ചതിന് ഞാൻ കൂടെ സാക്ഷിയാ. അങ്ങനെ നേരിട്ട് അനുഭവിച്ചൊരു കാര്യം എങ്ങനെയാണ് തെറ്റിദ്ധാരണയാകുന്നത്? ഇനി നീ അധികം ഇതുപോലെ കിടന്ന് തർക്കിക്കേണ്ടി വരില്ല. നിന്റെ സമയം അടുത്തു കഴിഞ്ഞു. ഓരോരുത്തരെയായി അവന്തിക തീർക്കാൻ പോവുകയാണ്. നടപ്പിലാകുമെന്നുറപ്പുള്ള ആ പ്രതികാരം എത്രയും വേഗം നടക്കാൻ നീയും പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ ദുരിത ജീവിതം
വേഗം അവന്തികയുടെ കൈകൊണ്ട് അവസാനിപ്പിച്ചു തരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അല്ലാതെ നിന്റെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. സച്ചേട്ടാ, എന്താ സച്ചേട്ടന് കൈരേഖ ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാ ഞാനിതുവരെ പരീക്ഷിച്ചു നോക്കിയിട്ടില്ല. പിന്നെ വിശ്വാസം ഇല്ലാതില്ല. എങ്കിൽ നമുക്ക് നോക്കിയാലോ? എനിക്കിതിലൊക്കെ ഭയങ്കര വിശ്വാസം. തനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ നോക്കിക്കളെ. മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി കൈരേഖ എന്താ പറയുന്നതെന്ന് നോക്കാം. ആദ്യം മുഖലക്ഷണം പറയാം. എന്താ പേരും നക്ഷത്രവും? പേര് അർച്ചന, തിരുവാതിര നക്ഷത്രം. ആ, തിരുവാതിര. അപ്പോ നക്ഷത്രഗണത്തിൽ ശബരൻ. പൊതുവെ ഉത്സാഹഭരിതരും എല്ലാ കാര്യങ്ങളിലും ചുറുചുറുക്കുള്ളവരുമായിരിക്കും. സ്വന്തം ആദർശവും ആശയവും പൊരുത്തപ്പെടാത്ത സാഹചര്യത്തിലൊക്കെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന മനോഭാവം. പരിചയമുള്ളവർക്കു വേണ്ടിയും രക്തബന്ധമുള്ളവർക്കും അങ്ങനെ തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കാൻ ശ്രമിക്കും. എങ്കിലും ജീവിതത്തിൽ നല്ല അനുഭവങ്ങളൊന്നും തുടർച്ചയായി ലഭിക്കാറില്ല. നല്ലത് എന്ന് കരുതി ചെയ്യുന്നതൊക്കെ ചില സമയത്ത് പ്രതികൂലമായി വന്നു ഭവിക്കും. അതുവഴി ബന്ധുജനങ്ങളുടെ അപ്രീതിയാണ് തിരികെ കിട്ടുന്ന ഫലം. ഇപ്പോ എന്റെ മുന്നിൽ തെളിഞ്ഞ മുഖവുമായി നിൽക്കുന്നെങ്കിലും മനസ്സ് ഒരു ക്ഷോഭമായ കടലിലെ തിരമാലകൾക്ക് സമമാണ്. തെറ്റിദ്ധരിക്കപ്പെടുന്നതിന്റെ വിഷമം മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നുവെന്ന് മുഖലക്ഷണത്തിൽ വ്യക്തമാണ്. ആ കൈയൊന്ന് നീട്ടു. സന്തോഷകരമായ ദാമ്പത്യ ജീവിതം. ആദ്യകാലങ്ങളിൽ വേർപെട്ടു പോകാനിടയുള്ളതും ഈശ്വരാനുഗ്രഹത്തിൽ വേർപെട്ടു പോയില്ല എങ്കിൽ മരണം വരെയുള്ള സുമംഗലീ യോഗം. ആയുസ്സും ഈശ്വരാനുഗ്രഹത്താൽ കൂടുതലാണെന്ന് സാരം. പക്ഷേ പല പല അപകടങ്ങൾ ഇതിനാൽ കഴിഞ്ഞുവെങ്കിലും
ഇനിയും അതിലും വലിയ അപകടങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ശിവക്ഷേത്ര ദർശനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അതൊക്കെ തടയാനും പരിഹാരം കാണാനും സാധിക്കും. മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? അത് ഞങ്ങളൊരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇപ്പൊ ഇവിടെ വന്നത്. അതും കൂടി ഒന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കൈ കാണിച്ച്. സന്താന ഭാഗ്യത്തിൽ ആധി വേണ്ട. ലവകുശന്മാരുടെ കഥയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ രാമന്റെയും സീതയുടെയും ഇരട്ട കുട്ടികളാണ് ലവനും കുശനും. അതുപോലെ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകുമെന്നാണ് കൈരേഖാശാസ്ത്രം കാണിക്കുന്നത്. എന്നിരുന്നാലും ചില തടസ്സങ്ങളൊക്കെ അതോടൊപ്പം കാണിക്കുന്നുണ്ട്. അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട സീത വനവാസകാലത്താണ് ഈ ലവകുശന്മാരെന്ന തന്റെ പുത്രന്മാർക്ക് ജന്മം നൽകിയത്. അങ്ങനെ വളരെ കഷ്ടതയിലും കണ്ണീരിലും ഒടുവിൽ ആ ഭാഗ്യം നിങ്ങളെ തേടി വരും. അതിനു മുൻപേയുള്ള പല ഈശ്വര പരീക്ഷണങ്ങളിലും പലപ്പോഴും കാലിടറിപ്പോകാൻ സാധ്യത ഏറെയാണ്. എന്നിരുന്നാലും എല്ലാറ്റിനും അവസാന ഫലം 2 ആൺകുട്ടികൾ തന്നെ. നന്നായി ഈശ്വരന് മുന്നിൽ പ്രാർത്ഥിക്കൂ. എതിരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നിർത്താനുള്ള ശക്തി പ്രാർത്ഥനയ്ക്കുണ്ട്. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഏത് പരീക്ഷണത്തിൽ നിന്നും രക്ഷയുള്ളൂ. മനസ്സറിഞ്ഞുള്ള വിളി ഈശ്വരൻ കേൾക്കും, തീർച്ചയാണത്. ആ ഈശ്വര, ഞാനും സച്ചേട്ടനും ഒരുമിച്ച് വന്ന് തൊഴുത് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അതിനുള്ള ഫലം നീ എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലൊരു വലിയ പ്രാർത്ഥനയായിട്ടാണ് ഞങ്ങളിപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഏതൊരാളുടെയും വലിയ സ്വപ്നമാണ് അച്ഛനും അമ്മയും ആകുക എന്നുള്ളത്. അതിനുള്ള ഭാഗ്യം എനിക്ക് സച്ചേട്ടനും അവിടെ നിന്ന് തരണം. കൈരേഖശാസ്ത്രം പറഞ്ഞയാളുടെ നാവിൽ നിന്നും എന്നോട് സംസാരിച്ചത് ഈശ്വരൻ തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അതീവ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. എനിക്കും അർച്ചനയ്ക്കും ഇരട്ടക്കുട്ടികളായിരിക്കുമെന്ന് പറയുമ്പോൾ ആ സന്തോഷം ഞാൻ എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടത്? ആ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞെങ്കിലും പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതിന് ശേഷമേ ആ ആഗ്രഹം സബലീകരിക്കുമെന്ന് പറഞ്ഞത് മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. വലിയ പരീക്ഷണങ്ങളിൽ നീ ഞങ്ങളെ കൊണ്ടിടരുത്, പ്രത്യേകിച്ചും അർച്ചനയെ. ഇപ്പൊ തന്നെ ധാരാളം അവൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും താങ്ങാൻ പറ്റാത്ത വിഷമങ്ങൾ അവൾക്ക് കൊടുക്കരുത്. എന്ത് വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ധൈര്യവും ബലവും എനിക്ക് തരണം. എനിക്കറിയാം ഏത് രീതിയിലാണ് അപകടം വരുന്നതെന്നും അതിന് പിന്നിൽ ആരായിരിക്കുമെന്നും. ഏത് രീതിയിലുള്ള അപകടങ്ങളെയും എതിർത്ത് നിൽക്കാനുള്ള ശക്തി എനിക്ക് തരണേ. ഞാനിപ്പോ വലിയൊരു അന്വേഷണത്തിലാണ്. ആ അന്വേഷണം പെട്ടെന്ന് പൂർത്തിയാക്കാനും ഞാൻ മനസ്സിൽ കാണുന്ന പോലെ തന്നെ എല്ലാം നടത്താനും ഈശ്വരന്റെ അനുഗ്രഹം എൻ്റെ ഒപ്പം വേണം. എനിക്കറിയാം ഞാൻ മുഖേന വലിയ വലിയ സത്യങ്ങളുടെ ചുരുളഴിയാനുണ്ടെന്ന്. അതെത്രയും പെട്ടെന്ന് എന്നിലൂടെ സാധ്യമാവണം. അതിനും കൂടി വേണ്ടിയാ ഞങ്ങളുടെ ഈ വരവും പ്രാർത്ഥനയും. സച്ചി അർച്ചന ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ വേവരാജപ്പെടുന്നത്? നമ്മുടെ മക്കൾക്ക് ഏത് സമയത്ത് ഇങ്ങോട്ട് വന്നു കയറിക്കൂടെ? മാഷ് എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? അവരിവിടേക്ക് വന്ന എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവാൻ പോണെന്ന് മാഷിനറിയില്ലേ?
നീ പറയുന്ന അനൂപിനെ കുറിച്ചാണെങ്കിൽ അവനിപ്പോ പഴയ ദേഷ്യമൊന്നുമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഉം. അങ്ങനെ അവന് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ മീര ഇത്രയും ദിവസം അവനോട് നിർത്തുവോ? എന്റെ മാഷെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് അവനതിനെ സമ്മതിച്ചത്? അത് മാഷ് മറന്നോ? ഇതിനിടയ്ക്ക് 2 തവണ അവൻ മീരെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിയതാ. നമ്മൾ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞിട്ടല്ലേ അവനതനുസരിച്ചത്. അമ്മേ, ആ, നിങ്ങൾ വന്നോ? ഞങ്ങളിപ്പോ നിങ്ങളുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ മാഷേ? ആ, ആ. അതമ്മയുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി. അവിടെ അച്ഛന്റെ പിണക്കം, ഇവിടെ അനൂപേട്ടന്റെ. എന്നാ അമ്മ പഴയ പോലെ സ്വസ്ഥമായിട്ടിരുന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന? ഉണ്ടായ പ്രശ്നങ്ങളുടെ അനന്തര ഫലങ്ങളാ മോളെ ഇതൊക്കെ. നിനക്കും ആദരയ്ക്കും നല്ലൊരു ജീവിതം കിട്ടി എന്ന് ആശ്വസിക്കുമ്പോഴും ഇനി അങ്ങോട്ട് എന്ത് എന്നൊരു വലിയ ചോദ്യമുണ്ട് എല്ലാവരുടെ മനസ്സിൽ. എല്ലാ ഒരു ദിവസം കലങ്ങി തെളിയും എന്ന് കരുതി ആശ്വസിക്കുകയല്ലേ നിവൃത്തിയുള്ളൂ. അങ്ങനൊരു കരുതലിൽ ആശ്വാസം കാണണ്ടച്ച. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സന്ദീപും ആതിരയും അവിടെ സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നത്. അവിടെ ആകെയുള്ള പ്രശ്നം അച്ഛൻ അർച്ചനയോട് പിണങ്ങിയിരിക്കുന്നു എന്നുള്ളതാ. അത് ഉടനെ മാറും, എനിക്ക് ഉറപ്പാത്. പിന്നെ ഞങ്ങളിങ്ങോട്ട് വന്നത് അനൂപേട്ട ഇവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാവുന്ന വിഷയമേ ഞങ്ങൾക്കിടയിലുള്ളൂവെങ്കിൽ അത് പറഞ്ഞു തീർക്കാന്ന് കരുതിയാ. അനൂപേട്ടൻ എവിടെ അമ്മ? അവൻ പുറത്തു പോയിട്ട് വന്നില്ല. അനുപേട്ട, ഇതിപ്പോ എല്ലാം കലങ്ങി തെളിഞ്ഞു കഴിഞ്ഞു. ആഗ്രഹിച്ച പോലെയൊക്കെ നടന്ന സ്ഥിതിക്ക് ഇനിയും ഈ പിണക്കത്തിന്റെ ആവശ്യമുണ്ടോ? ആരാഗ്രഹിച്ച പോലൊക്കെ നടന്നു? നീയും ആതിരയും സന്ദീപും ആഗ്രഹിച്ച പോലെയാണ് നടന്നത്, അല്ലാതെ ഞങ്ങൾ ആരുടെ ആഗ്രഹമല്ല നടന്നത്. പിന്നെ പിന്നെ എന്തായിരുന്നു അനുപേന്റെ ആഗ്രഹം? അവളെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ തലയിൽ കെട്ടിവെക്കുന്നതോ? അവളുടെ ആഗ്രഹമല്ലേ നമുക്ക് പ്രധാനം. അവൾ അവളുടെ ആഗ്രഹ സഫലീകരണത്തിനായി ഓരോന്ന് ചെയ്തപ്പോ എത്ര പേരാ നാണം കെട്ടെന്ന് നിനക്കറിയോ? പണത്തിന്റെ കുറവ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതൊരിക്കലും ഈ കുടുംബത്തിന്റെ സൽപ്പേരിനെ ബാധിച്ചിട്ടില്ല. അതിന് ഞാൻ സമ്മതിച്ചിട്ടില്ല. ഒരു ദിവസം കൊണ്ട് ആ സൽപ്പേരും അഭിമാനവും എല്ലാം പോയില്ലേ? ആരാ കാരണം? എന്റെ 2 സഹോദരിമാര്. അത് എന്നെ കൊണ്ട് പൊറുക്കാനും മറക്കാനും പറ്റുന്ന ഒന്നല്ല. മരണം വരെ ഇനി അതങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും. നിന്നെ അവളെയും ഈ പടിക്കകത്ത് കാലുകുത്താൻ ഞാൻ അനുവദിക്കരുതെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഞാനില്ലാത്ത തക്കം നോക്കി പഴയ ബന്ധം സ്ഥാപിക്കാൻ നീ വീണ്ടും വന്നു. അനൂപേട്ട ഇല്ലാത്ത തക്കം നോക്കി ഇവിടെ കയറി വന്നതല്ല ഞങ്ങള്. അനൂപേട്ടനെ കണ്ട് സംസാരിക്കാൻ കൂടിയാ വന്നത്. എന്ത് സംസാരിക്കാൻ? സച്ചിയോട് എനിക്ക് ദേഷ്യവും പണക്കൊന്നുമില്ല. സ്വന്തം സഹോദരനെ പോലെ തന്നെ ഭർത്താവിനെയും ചതിച്ച ആളാ എന്റെ ഈ പുന്നാര പെങ്ങള്. അതുകൊണ്ട് ഇവളുടെ വക്കാലത്ത് സച്ചി എന്നോട് പറയരുത്. ഇനി കൂടുതൽ സംസാരമൊന്നുമില്ല. ഇപ്പോ ഈ നിമിഷം അർച്ചന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ഇനി ഒരിക്കലും ഇവിടേക്ക് കയറി വരികയും ചെയ്യരുത്. അനൂപേ, നീ എന്തൊക്കെയാടേ പറയുന്നത്? പിണക്കമെല്ലാം മറന്ന് ഇവിടേക്ക് കയറി വന്നവരല്ലേ അവരെ നീ ഇറക്കി വിടാൻ പോവാണോ?
നീ എന്തൊക്കെ പറഞ്ഞാലും സച്ചിയോ അച്ചുവോ ഇവിടെ വരും, ഞങ്ങളെ കാണും. അത് അമ്മ തീരുമാനിച്ചാൽ മതിയോ? പിന്നെ ആര് തീരുമാനിക്കണം? നീയോ? എനിക്കും കമലയ്ക്കും ഞങ്ങളുടെ മക്കളെ കാണാനും സംസാരിക്കാനും നിന്റെ അനുവാദം വേണം. അർച്ചനയും ആതിരയും നിന്റെ സഹോദരിമാര്. അവരെ പ്രസവിച്ചത് ദാ ഈ നിൽക്കുന്ന നിന്റെ അമ്മയും. നിന്നെ പോലെ തന്നെ ഞങ്ങളുടെ മക്കൾ തന്നെ ആവരും. അനൂപേ, നീ നേരത്തെ പറയുന്നത് കേട്ടു. നിന്നെ പോലെ സച്ചിയെ ഇവളെ ചതിച്ചു എന്ന്. അതുകൊണ്ട് നീ കാണിക്കുന്ന പോലെ സച്ചി ഇവളോട് കാണിക്കണമെന്നാണോ? അങ്ങനെയാണോ നീ ഉദ്ദേശിച്ചത്? സ്വന്തം രക്തമായ കൂടപ്പിറപ്പിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവളുടെ ഭാഗ്യമാണ്. നീ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ ഞങ്ങൾ മാനിക്കും, അനുസരിക്കും. പക്ഷേ ഈ വീട്ടിലെ അവസാന വാക്ക് നിന്റെ അല്ല. അത് എന്നെ ചിതയിലേക്ക് എടുത്തു വെച്ച ശേഷം മതി. അച്ഛാ, അതിനു മുമ്പ് വരെ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതും തീരുമാനമെടുക്കുന്നതും ഞാൻ തന്നെയാണ്. എന്റെ മക്കൾ അവർക്ക് തോന്നുമ്പോഴൊക്കെ ഇവിടെ വരും. നിനക്കിഷ്ടമില്ലെങ്കിൽ ആ സമയത്ത് നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ.